Welcome to the online class from Inspire the Pioneer. NCERT-ലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഞാനത് ബ്രീഫ് വെർഷനിൽ ബോർഡിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, N2O5 ഡീകമ്പോസ് ചെയ്തിട്ട് NO2 O2 എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുന്നുണ്ട്. N2O5ൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അവർ തന്നിട്ടുണ്ട് 2.33 മോൾസ് പെർ ലിറ്റർ ആണ്. 184 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ N2O5ൻ്റെ കോൺസെൻട്രേഷൻ 2.08 മോൾസ് പെർ ലിറ്ററിലേക്ക് എന്ത് ചെയ്തു, കൺവേർട്ടഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണേണ്ടത് എന്താണ്, അതിൻ്റെ ആവറേജ് റേറ്റ് കാണണം. മിനിറ്റിൽ കാണണം, ഹവേഴ്സിൽ കാണണം, സെക്കൻഡിൽ കാണണം. എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ഏതിലാണുള്ളത്, മിനിറ്റിലാണുള്ളത്. അപ്പോൾ നമുക്ക് മിനിറ്റിൽ കണ്ടിട്ട് പിന്നെ മിനിറ്റ് ആണല്ലോ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളത്. നമുക്ക് അവിടുന്ന് സെക്കൻഡിലേക്കും അവിടുന്ന് നമുക്ക് ഹവേഴ്സിലേക്കും കൺവേർട്ടഡ് ആവാം. മോർ ഓവർ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 കാണണം. NO2 രൂപപ്പെടുന്നത് എത്രയെന്ന് കാണണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതണം. ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1/2 ഇൻറ്റു ഡി എന്നുള്ളതിന് പകരം ഡെൽറ്റ കൊടുത്ത് ആവറേജ് ആയി, അത്രേ ഉള്ളൂ കേട്ടോ. സോ ഡെൽറ്റ N2O5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഇതാണ് ആവറേജ് റേറ്റ്. N2O5ൻ്റെ ഡാറ്റയാണുള്ളതെങ്കിൽ. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു the stoichiometric coefficient of NO2 is 4, so 1/4 ഇൻറ്റു പ്ലസ് ആ വരിക, മൈനസ് അല്ല, പ്ലസ് എന്താ വരിക, ഡെൽറ്റ ഓഫ് NO2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി അത് ഓക്സിജനിലേക്ക് പറയുകയാണെങ്കിലോ 1/1 ഇൻറ്റു ഡെൽറ്റ ഓഫ് 1/1 എഴുതിയോണ്ട് വലിയ മെച്ചമൊന്നുമില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഡെൽറ്റ O2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ ആണോ? ഇനി ശ്രദ്ധിക്കൂ, ഇതിന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഡാറ്റാസ് ആണുള്ളത് നോക്കണം. അപ്പോൾ ആവറേജ് റേറ്റ് കാണണം. N2O5ൻ്റെ ഡാറ്റയാണുള്ളത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്താൽ മതി. സോ ആവറേജ് റേറ്റ് കാണണമെങ്കിൽ 1/2 ഇൻറ്റു N2O5ൻ്റെ ഡിസപ്പിയറൻസ് അറിയണം. N2O5ൻ്റെ ഡിസപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2O5ൻ്റെ ഫൈനൽ കോൺസെൻട്രേഷൻ N2O5 മൈനസ് N2O5ൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ N2O5 ഡിവൈഡ് ബൈ ടൈം ഡെൽറ്റ ടി. അപ്പോൾ N2O5ൻ്റെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്താണ്, ഫൈനൽ കോൺസെൻട്രേഷൻ N2O5 എന്ന് ഞാനിട്ടത് ഇതാണ്, N2O5 എന്ന് ഞാനിട്ടത് ഇതുമാണ്, ആണോ? സോ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം. ആ ഡിഫറൻസിൻ്റെ നെഗറ്റീവ്, ഓക്കെ, അതായത് സേ 2.08 മൈനസ് 2.33 നമ്മൾ ചെയ്യേണ്ടി വരും. സോ എത്രയായിരിക്കും വരിക, 8ലേക്ക് 2 കൂടെ ആഡ് ചെയ്ത് സേ 10 ആയി, പിന്നെ ഒരു 33 ആണല്ലോ. സേ 2 ആഡ് ചെയ്ത് 10 ആയപ്പോൾ ഒരു 25 ചേർത്താൽ മതി. അപ്പോൾ 0.25 എന്നായിരിക്കും വരിക. കറക്റ്റ് അല്ലേ? 0.25 ആയിരിക്കും വരുന്നുണ്ടാവുക. 0.25 കറക്റ്റ്. ഓക്കെ, സോ 1/2 ഇൻറ്റു ഈ 0.25 മൈനസ് ആണ് വരിക. അതിൻ്റെ മൈനസ് എടുക്കുമ്പോൾ അല്ലേ, അതിൻ്റെ മൈനസ് ഓഫ് എടുക്കുന്ന സമയത്ത് -0.25 ഡിവൈഡ് ബൈ ടൈം. ഞാൻ എന്തിൽ തന്നെ കൊടുക്കുകയാണ്, മിനിറ്റിൽ കൊടുക്കുകയാണ്. കാരണം എന്നോട് ക്വസ്റ്റ്യൻ മിനിറ്റിലും ഹവേഴ്സിലും സെക്കൻഡിൽ ചോദിച്ചുകൊണ്ട് ഞാൻ മിനിറ്റിൽ കൊടുക്കുകയാണ്. സോ ഡിവൈഡ് ബൈ 184 എന്ന് വരും. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കാണാം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം കിട്ടുന്നുണ്ടാവുക 6.79 ഇൻറ്റു 10⁻⁻4 എന്ന് വരും. ഓക്കെ, അത് റേറ്റ് ആണല്ലോ കണ്ടത്. മോൾ ലിറ്റർ ഇൻവേഴ്സ് ടൈം ഇൻവേഴ്സ് എന്നാണ് വരിക. ടൈം മിനിറ്റിൽ കണ്ടുകൊണ്ട് മിനിറ്റ് ഇൻവേഴ്സ് എന്ന് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ സാധനം എന്തിലൊക്കെ കാണാനുണ്ട്, ഈ ഐറ്റംസ് നമുക്ക് നോക്കൂ. ആവറേജ് റേറ്റ് നമ്മൾ കണ്ടു, ഇനി അത് മിനിറ്റിൽ കണ്ടു, ഹവേഴ്സിലും സെക്കൻഡിലും കാണണം. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ വരുത്താറുള്ളൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മിനിറ്റ് കിട്ടിയാൽ ഹവേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡ് ബൈ 60 ചെയ്യണം. എങ്ങനെ, മിനിറ്റ് കിട്ടിയാൽ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. മിനിറ്റ് കിട്ടിയാൽ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 60 ചെയ്യണം. അതിലൊരു മാറ്റമില്ല. പക്ഷേ ഇത് മിനിറ്റ് അല്ല, ഇതാരാണ്, മിനിറ്റിൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഓപ്പറേഷൻ്റെ ഇൻവേഴ്സ് ചെയ്യണം. അതായത് മിനിറ്റ് ഇൻവേഴ്സിനെ നിങ്ങൾക്ക് ഹവർ ഇൻവേഴ്സിലേക്കാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. മിനിറ്റിനെ ഹവറിലേക്കല്ല, മിനിറ്റ് ഇൻവേഴ്സിനെ ഹവർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മിനിറ്റിനെ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 60 ആണെങ്കിൽ മിനിറ്റ് ഇൻവേഴ്സിനെ ഹവർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 60 ചെയ്യണം. അത് തെറ്റിക്കരുത്. സോ മിനിറ്റ് ടു ഹവർ പോകുന്നത് ഇൻറ്റു 60 വെച്ചിട്ടാണ്. അത് മിനിറ്റ് ടു ഹവർ ആയതുകൊണ്ടല്ല, മിനിറ്റ് ഇൻവേഴ്സിനെ ഹവർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓപ്പറേഷൻ നേരെ മാറി. അപ്പോൾ മിനിറ്റ് ഇൻവേഴ്സിനെ സെക്കൻഡ് ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ബൈ 60 ചെയ്യണം. ഇത് തെറ്റിക്കരുത്. പലപ്പോഴും ഇത് തെറ്റിക്കുന്നതായിട്ട് കാണാം. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ കാണുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ റേറ്റ് എന്തിൽ കിട്ടി, ആവറേജ് റേറ്റ് എന്തിൽ കിട്ടി, മിനിറ്റ് ഇൻവേഴ്സിൽ കിട്ടി, പോരാ. ആവറേജ് റേറ്റ് എനിക്ക് ഹവർ ഇൻവേഴ്സിൽ വേണം, ഹവറിൽ വേണമെങ്കിൽ മിനിറ്റ് കിട്ടിയ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, മിനിറ്റ് ഇൻവേഴ്സിനെ ഹവർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 ആണ് ചെയ്യേണ്ടത്, ഇൻറ്റു 60. അപ്പോൾ
മിനിറ്റ് ഇൻവേഴ്സിലെ ആൻസർ 6.79 ഇൻറ്റു 10⁻⁻⁴. അത് ഹവർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 16 കൂടെ ചെയ്യാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 4.07 ഇൻറ്റു 10⁻². ഇപ്പോൾ യൂണിറ്റ് എന്താ വരുന്നത്? മോൾ ലിറ്റർ ഇൻവേഴ്സ് ഹവർ ഇൻവേഴ്സ് എന്നാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ മറന്നിട്ട് മിനിറ്റ് ആയതുകൊണ്ട് /60 ചെയ്തിട്ട് അവറിലേക്ക് ആൻസർ ചെയ്തത് മിനിറ്റ് ഇൻവേഴ്സ് ആകുമ്പോൾ ഇൻറ്റു 60 ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് തെറ്റിക്കരുത്. കഴിഞ്ഞിട്ടില്ല, സെക്കൻഡ് ഇൻവേഴ്സിൽ കാണണം. സോ എന്താ വരിക? ആവറേജ് റേറ്റ് ഇസ് ഈക്വൽ ടു മിനിറ്റിലുള്ള ഐറ്റത്തിനെ മിനിറ്റ് ഇൻവേഴ്സുള്ള ഐറ്റത്തിനെ /60 ചെയ്യണം. അപ്പോൾ മിനിറ്റ് ഇൻവേഴ്സിൽ വരുന്ന ആൻസർ എത്രയാണ്? 6.79 ഇൻറ്റു 10⁻⁴, വിച്ച് ഡിവൈഡഡ് ബൈ 60, ആൻഡ് യുവർ ആൻസർ വിൽ ബി 1.15 ഇൻറ്റു 10⁻⁻5 എന്ന് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ ഫൈനൽ ആൻസർ എഴുതുന്നുള്ളൂ. സെക്കൻഡ് ഇൻവേഴ്സിലാണ് കേട്ടോ. ഓക്കെ, നമ്മൾ അതിനും കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഫൈനൽ ആൻസർ ഞാൻ കൊടുക്കുന്നുള്ളൂ. ടെക്സ്റ്റിൽ സോൾവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഏതൊക്കെയായി? ആവറേജ് റേറ്റ് മിനിറ്റിൽ, ഹവേഴ്സിൽ, സെക്കൻഡിൽ പറഞ്ഞു. ഇനി ഒരാളെയും കൂടിയാണ് പറയാനുള്ളത്. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ NO2 ഉണ്ടാകുന്നതിൻ്റെ റേറ്റ്, അഥവാ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് NO2. അത് കാണണമെങ്കിൽ ശ്രദ്ധിക്കണം. ഞാൻ പറയാം, നോക്കൂ. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 ആണ് വേണ്ടത് അല്ലേ? ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആദ്യം റേറ്റ് ഇക്വേഷൻ എഴുതിയല്ലോ അല്ലേ? ഓർക്കുന്നില്ലേ? എന്താണ് ഇതിലേതാണ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2? ഞാൻ എടുത്ത് പറഞ്ഞ ഓർക്കുന്നുണ്ടാവും. 1/4 ഇൻറ്റു ΔNO2 ഡിവൈഡ് ബൈ ΔT എന്താണ്? ആവറേജ് റേറ്റ് ആണ്. അതിലെ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 എന്ന് പറഞ്ഞാൽ ഇത്രേ വരുള്ളൂ. ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2, അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് NO2, അതല്ലെങ്കിൽ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2. എന്തിൽ വേണമെങ്കിൽ പറയാം. NO2 രൂപപ്പെടുന്ന റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2. ഇതെത്രയാണെന്നാണ് ചോദിച്ചത്. അവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? ΔNO2 ഡിവൈഡഡ് ബൈ ΔT കണ്ടാൽ മതിയെന്ന്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കയ്യിൽ ഇപ്പോൾ ആവറേജ് റേറ്റ് ഉണ്ട് ഇല്ലേ? അപ്പോൾ നമുക്കറിയുന്ന ഒരു കോൺസെപ്റ്റ് എന്താ? ഈ ഒരു റിലേഷൻ നമ്മൾ എഴുതിയിൽ നിന്നും എന്തുണ്ടാക്കാം? ആവറേജ് റേറ്റ് ഇസ് ഈക്വൽ ടു 1/4 ടൈംസ് ഇൻറ്റു റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 എന്നാണല്ലോ അല്ലേ? ഇറ്റ്സ് വെരി ഈസി. ആൻഡ് യു ആർ ഗിവൺ വിത്ത് ദ ആവറേജ് റേറ്റ്. എത്രയായിരുന്നത്? 6.79 ഇൻറ്റു 10⁻⁻⁴. സോ ഇവിടുന്ന് വളരെ ഈക്വൽ ടു 1/4 ഇൻറ്റു റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 ആണല്ലോ. Rate of production of NO2. So you are asked to find the rate of production of NO2. So rate of production of NO2 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഈ താഴെയുള്ള 4 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. താഴെയുള്ള 4 അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 6.7 ഇൻറ്റു 10⁻⁻⁴. അത് മിനിറ്റിലാണ് കിട്ടുക. അത് മിനിറ്റിലോ സെക്കൻഡിലോ ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിറ്റിൽ എഴുതാം. സോ ഞാൻ മിനിറ്റിൽ അതിനെ എഴുതാൻ പോവാണ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2.72 ഇൻറ്റു 10⁻⁻3 എന്ന് കിട്ടും. ദിസ് ഈസ് ഓൾസോ റേറ്റ്, ആൻഡ് ദ റേറ്റ് ഓഫ് യൂണിറ്റ് ഓഫ് ദറ്റ് റേറ്റ് ഈസ് മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഞാൻ മിനിറ്റിൽ ഉള്ള വാല്യൂ ആണല്ലോ കൺവേർട്ട് ചെയ്തത് അല്ലേ? ഈ വാല്യൂ മിനിറ്റിൽ കിട്ടിയ വാല്യൂ അല്ലേ? സോ മിനിറ്റ് ഇൻവേഴ്സിൽ ആൻസർ വരും. ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേബർ പ്രോസസ്സിലെ അമോണിയ ഉണ്ടാകുന്ന ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. N2+3H2 gives 2NH3. ഇതിൽ റിയാക്റ്റൻറ്റിലെ രണ്ടാമത്തെ ആളായിട്ടുള്ള ഹൈഡ്രജൻ്റെ ഡാറ്റയാണ് ഇവിടെ സപ്ലൈ ചെയ്തിട്ടുള്ളത്. ഹൈഡ്രജൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 5 മോളാറാണ്, 5 മോൾസ് പെർ ലിറ്റർ. 20 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ 2 മോൾസ് പെർ ലിറ്റർ ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങളോട് ആവറേജ് റേറ്റ് ചോദിച്ചു. നേരത്തെ പോലെ മിനിറ്റിൽ സെക്കൻഡിലൊന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ അതുകൊണ്ട് മിനിറ്റിൽ മാത്രമാണ് എന്താണോ ടൈം തന്നത് ആ ടൈമിൽ കണ്ടാൽ മതി കേട്ടോ. പിന്നെ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NH3 ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അമോണിയ ഉണ്ടാകുന്നതിൻ്റെ ഫോർമേഷൻ. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ്റെ ആവറേജ് റേറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതണം. 1/1 ഇൻറ്റു മൈനസ് ΔN2 അല്ലേ? ഡിസപ്പിയറൻസ് 1/1 ഇൻറ്റു ഡിസപ്പിയറൻസ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു 1/3 ഇൻറ്റു മൈനസ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു 1/2 ഇൻറ്റു റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. ഓക്കെ ആണോ? ഇതാണ് ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ. ഇത് എഴുതാൻ അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ആവറേജ് റേറ്റ് ചോദിച്ചു, പക്ഷേ N2ൻ്റെ ഡാറ്റ ഇല്ല ക്വസ്റ്റ്യനിൽ. H2ൻ്റെ ഡാറ്റയാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ ആവറേജ് റേറ്റ് H2ൻ്റെ ഡാറ്റ ഉപയോഗിച്ചിട്ട് കാണും. സോ 1/3 ഇൻറ്റു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് കാണേണ്ടത് ആണല്ലോ. ടൈം അവർ തന്നു 20 മിനിറ്റാണ്. ഇതിൻ്റെ ചേഞ്ച് കാണണം. ചേഞ്ച് ഫൈനൽ മൈനസ് ഇനീഷ്യൽ, മൈനസ് ഓഫ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ, final 2, initial 3, 5. So this will be -3 and minus of -3, that is 3.
സോ 3 divided by 20 will be the answer. 3 divided by 20 എന്ന് പറയുന്നതിന് 3/2 1.5 ആണ്. 1.5 divided by 10 ആവും ആണോ? 1.5 divided by 10 that is nothing but 0.15. സോ ഉത്തരം വരുന്നത് 0.15 mole liter inverse minute inverse എന്നായിരിക്കും. റേറ്റ് ഓഫ് ആവറേജ് റേറ്റ് ഓഫ് ദാറ്റ് റിയാക്ഷൻ. ഹൈഡ്രജൻ്റെ ഡാറ്റ ഉണ്ടെങ്കിലും ചെയ്യാം, ആരുടെ ഡാറ്റ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി എന്ത് കാണണം? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ. എന്താണ് ഈ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ അമോണിയ അല്ലേ ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് അമോണിയ. ഇതാണ് ചോദിച്ചത്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഡാറ്റയും ഇതും കണക്ട് ചെയ്യാം. എന്ത് നമുക്കറിയാം? ആവറേജ് റേറ്റ് ഇസ് ഈക്വൽ ടു 1/2 ദ ടൈംസ് ഓഫ് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ ആണ്. ആണോ? സോ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ എന്ന് പറയുന്നത് ഈ 2 കൂടെ ക്രോസ് ചെയ്താൽ മതിയെന്ന്. ആവറേജ് റേറ്റിൻ്റെ 2 ടൈംസ് ആണ്. 2 ഇൻറ്റു ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് നമ്മൾ കണ്ടുവച്ചില്ലേ? സോ 2 ഇൻറ്റു 0.15. ഓക്കെ, സോ എത്രയാണ് വരിക? 0.30 മോൾ ലിറ്റർ ഇൻവേഴ്സ് മിനിറ്റ് ഇൻവേഴ്സിന് ഉത്തരം കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നിങ്ങളവിടെ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടായിരിക്കും. സോ വ്യക്തമായിട്ട് ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതാണ് റേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കൂ, റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഥവാ നമ്മുടെ ചാപ്റ്ററിലെ സെക്ഷൻ നമ്പർ 2 ആണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കോൺസെൻട്രേഷൻ. ആരുടെ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കാൻ എടുക്കുന്ന ആളുടെ കോൺസെൻട്രേഷൻ. റിയാക്ട് ചെയ്യിപ്പിക്കാൻ എടുക്കുന്ന ആളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ റേറ്റ് എന്താവും? കൂടും അല്ലേ? റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു നോർമൽ സെൻസിൽ പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാം. സെക്കൻഡ് വൺ ആണ് പ്രഷർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ഓർ റിയാക്റ്റൻസ്. പ്രഷറും റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് തന്നെയാണ്? പ്രഷറാണ്. കമ്പോണൻസിൻ്റെ പ്രഷർ കൂടുതലാണെങ്കിൽ റേറ്റ് കൂടിയേക്കാം. വേറൊരു കാര്യം, ഗ്യാഷ്യസ് റിയാക്റ്റൻസിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പ്രഷർ എന്ന് പറയുന്നത് ആർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഗ്യാഷ്യസ് റിയാക്റ്റന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു മെയിൻ ഫാക്ടറാണ് ടെമ്പറേച്ചർ. എന്താണ്? ടെമ്പറേച്ചർ. കൈനറ്റിക്സിൽ ഒബ്സർവ് ചെയ്യുന്നത് റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ തന്നെയാണ്. ഒരു റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് സാധാരണഗതിയിൽ കൂടാറുണ്ട്. കൂടുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടിയാൽ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് യൂഷ്വലി 2 ടൈംസ് ആവാറുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് കേസിലേക്ക് പിന്നീട് കടക്കാം. മറ്റൊന്നാണ് സർഫസ് ഏരിയ. ആരുടെ? റിയാക്റ്റൻസിൻ്റെ സർഫസ് ഏരിയ. അതായത് ഇപ്പോൾ നമുക്ക് സർഫസ് ഏരിയ കൂടുകയാണെങ്കിൽ ഇതൊരു റിയാക്റ്റൻ്റ് ആണ്, ഇതൊരു സോളിഡ് ഫോമിൽ ഇതിൻ്റെ സർഫസ് ഏരിയ കുറവാണ്. ഇതേ റിയാക്റ്റൻറ്റിന് ഞാൻ പൊടിച്ച രൂപത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിലോ, പൊടിച്ച രൂപത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് റിയാക്ഷനുള്ള സാധ്യത എന്താവും? കൂടും. സോ സർഫസ് ഏരിയ കൂടുകയാണെങ്കിൽ റിയാക്ഷൻ്റെ സ്പീഡ് എന്താവും? കൂടും. സോ സർഫസ് ഏരിയയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? റേഡിയേഷൻ. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ചില റിയാക്ഷൻ ഈവൻ ഡാർക്കിൽ വരെ നടക്കും. പക്ഷേ ചില റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സൺലൈറ്റ് വേണം അല്ലേ? നമ്മളെ ഫോട്ടോസിന്തസിസ് റിയാക്ഷൻ, അതുപോലെ ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന് HCl ഉണ്ടാവണമെങ്കിൽ അത് ഡാർക്കിൽ വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. എന്തിൻ്റെ പ്രസൻസിലേ നടക്കുള്ളൂ? സൺലൈറ്റിൻ്റെ പ്രസൻസിലേ നടക്കുള്ളൂ. സോ ആ റിയാക്ഷന് എന്തിൻ്റെ ആവശ്യമുണ്ട്? റേഡിയേഷൻ്റെ ആവശ്യമുണ്ട്. പിന്നെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരാളാണ് ആര്? കാറ്റലിസ്റ്റ്. മോസ്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് വിച്ച് ഹെൽപ്സ് ടു ആൾട്ടർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, അഥവാ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുവാൻ സഹായിക്കുന്ന ആളാണ് ഉൽപ്രേരകം അഥവാ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അതിന് സ്വയം ഒരു മാറ്റവും വരാണ്ട്, അതിൻ്റെ സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, വിത്ത് വെൽ മെക്കാനിസം പറയാനുണ്ട്. സ്വയം ഒരു മാറ്റവും വരാണ്ട് അയാൾക്ക് ഒരു പ്രോബ്ലം സംഭവിക്കാണ്ട് ആ നടക്കുന്ന റിയാക്ഷനെ അതിൻ്റെ പറ്റാവുന്ന ഏറ്റവും നല്ല എഫേർട്ടിൽ പെട്ടെന്ന് നടത്തി കൊടുക്കുന്ന ആളാണ് ആര്? കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവരാണ് പ്രധാനപ്പെട്ട 6 ഫാക്ടേഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇതിലെ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനമായും വരുന്നത് കോൺസെൻട്രേഷനും ടെമ്പറേച്ചറുമാണ്. ബാക്കി സർഫസ് ഏരിയ ഒന്നും ഇനി നമ്മൾ പറയില്ല, റേഡിയേഷനും പറയില്ല,
ടെക്സ്റ്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇനി ഇവരുടെയൊക്കെ കാര്യങ്ങൾ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. അതിലും പ്രോബ്ലമാറ്റിക് സെക്ഷൻ വരുന്നുണ്ട്. ഇത് ചാപ്റ്റർ ഫിസിക്കൽ കെമിസ്ട്രി ആണ്, കെമിക്കൽ കൈനറ്റിക്സ്. സോ ന്യൂമറിക്കൽ റിലേഷൻസും പ്രോബ്ലംസും ഡീൽ ചെയ്യാനുണ്ടാവും. നമുക്കതിലേക്ക് കടക്കാം. കോൺസെൻട്രേഷനും റേറ്റും തമ്മിലുള്ള ബന്ധമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോയുടെ പേരാണ് റേറ്റ് ലോ. കോൺസെൻട്രേഷനും റേറ്റും, റിയാക്ടിന് കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ റേറ്റ് കൂടുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ റേറ്റ് ലോ അഥവാ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് റേറ്റ് എക്സ്പ്രഷൻ. ഇതിൽ നിന്നുമാണ് നമ്മൾ റേറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, റേറ്റും ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക. അതായത് നമുക്കിപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട്. ഏതാണ് റിയാക്ഷൻ? എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്റ്റ്. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലാത്തതുകൊണ്ട് പ്രൊഡക്റ്റിന് റോളില്ല. ഫുൾ റിയാക്ഷൻ തീരുമാനിക്കേണ്ടത് ഇയാളാ. ആരാ? റിയാക്റ്റൻ്റ്. സോ റിയാക്റ്റൻ്റ് എ ഉണ്ട്, റിയാക്റ്റൻ്റ് ബി ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ റേറ്റ് ഇക്വേഷനൊക്കെ പറയുമ്പോൾ നമ്മൾ റിയാക്റ്റിൻ്റെ ടേംസിൽ മാത്രമേ അതിന് എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തുന്നുള്ളൂ. സോ ഇത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. എങ്കിൽ റേറ്റ് ലോ പറയുന്നത് റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ലോ ഓഫ് മാസ് ആക്ഷൻ പഠിച്ച പോലെ തന്നെയാണ്. കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. പക്ഷേ അതിൻ്റെ മുകളിൽ റേസ് ചെയ്യുന്നത് എക്സ് വൈ എന്ന് പറയുന്ന ടേംസ് ആണ്. എക്സും വൈയും. നിങ്ങൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. ലോ ഓഫ് മാസ് ആക്ഷൻ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഐഡിയ ആണ്. എന്ത്? റേറ്റ് ഫോർ എ റിയാക്ഷൻ എ പ്ലസ് ബി ഗീസ് സി സി ഓർ എ പ്ലസ് ബി ഗീസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. അങ്ങനെയാണ് നിങ്ങൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. ഈ എയും ബിയും എന്താണ്? ദേ ആർ നത്തിങ് ബട്ട് ദേ ആർ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. പക്ഷേ പ്യോർലി എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് എന്ത്? റേറ്റ് ലോ അഥവാ റേറ്റ് എക്സ്പ്രഷൻ. അതിൽ ഞാൻ എയുടെ മുകളിൽ റേസ് ചെയ്തത് എയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് അല്ല എക്സ് ആണ് റേസ് ചെയ്തത്. ബിയുടെ മുകളിൽ റേസ് ചെയ്തത് ബിയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് അല്ല വൈ ആണ്. എങ്കിൽ അതെന്താണെന്ന് ഞാൻ പറയാം. So rate directly proportional to concentration of a raised to x into b raised to y, or the proportionality replaced by a constant. അല്ലേ? proportionality നമ്മളൊരു constant യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്തു. So concentration of a raised to x into b raised to y. Okay? Where k is known as rate constant. റേറ്റിൻ്റെ ഇടയിൽ വന്ന കോൺസ്റ്റൻ്റ് അല്ലേ? കെയുടെ പേരെന്താ? റേറ്റ് കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ ഞാൻ വേറൊരു പേരിട്ട് തരാം, വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. അതുമല്ലെങ്കിൽ ഒരു പേരും കൂടെ ഇടാം, സ്പെസിഫിക് റേറ്റ് ഓഫ് റിയാക്ഷൻ. സ്പെസിഫിക് റേറ്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ സ്പെസിഫിക് റേറ്റ് ആണ് എന്ത്? കെ. അതെന്താ ഈ സ്പെസിഫിക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്റ്റൻറ്റുകളായിട്ടുള്ള എയുടെ കോൺസെൻട്രേഷൻ 1 മോളാർ, ബിയുടെ കോൺസെൻട്രേഷൻ 1 മോളാർ. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണെങ്കിൽ, റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണെങ്കിൽ എന്താ റേറ്റിൻ്റെ എക്സ്പ്രഷൻ വരിക? ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1 റേസ് ടു എക്സ് ഇൻറ്റു 1 റേസ് ടു വൈ. 1 റേസ് ടു എനി നമ്പർ ദാറ്റ് ഈസ് 1. സോ ആർ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? കെ എന്ന് കിട്ടും. സോ ആ റിയാക്ഷൻ്റെ റേറ്റ് ഇസ് ഈക്വൽ ടു ആ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കിട്ടും. സോ ഇതും 1 ആണെങ്കിൽ റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ആവും. സോ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് തന്നെയാണ്? റേറ്റ് കോൺസ്റ്റന്റ് എന്ത് തന്നെയാണ്? റേറ്റ് തന്നെയാണ്. വാട്ട് കൈൻഡ് ഓഫ് റേറ്റ്? ദാറ്റ് ഈസ് എ സ്പെസിഫിക് റേറ്റ്. ഒരു പെർട്ടിക്കുലർ റേറ്റ് ആണ്. ആ റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് കമ്പോണൻസ് 1 മോളാർ ആകുമ്പോഴുള്ള റിയാക്ഷൻ്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേറ്റ് കോൺസ്റ്റന്റ് അഥവാ വെലോസിറ്റി കോൺസ്റ്റന്റ് ഓർ സ്പെസിഫിക് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ ഇതാണ് റേറ്റ് എക്സ്പ്രഷൻ. റേറ്റ് ലോ എന്ന് പറയുന്നത് ഇതാണ് റേറ്റ് എക്സ്പ്രഷൻ. ദിസ് ഈസ് റേറ്റ് എക്സ്പ്രഷൻ. പ്യോർലി എക്സ്പെരിമെൻ്റൽ ആണ്. അതിനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് റേറ്റ് ലോ. എങ്ങനെയാണ് ഇതിനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാം? സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? നോക്കൂ, റേറ്റ് ലോ എന്ന് പറയുന്നത്, റേറ്റ് ലോ ഇസ് എൻ എക്സ്പ്രഷൻ ഓർ റിലേഷൻ. അല്ലേ? റേറ്റ് ലോ ഒരു റിലേഷനാണ്. റിലേഷൻ ബിറ്റ്വീൻ ആരും തമ്മിലുള്ള ബന്ധമാണ്. പറയൂ. റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനും റിയാക്ഷൻ്റെ റേറ്റും. റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. അല്ലേ? റിയാക്ഷൻ്റെ റേറ്റും റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ. ഇനി അതിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ടേംസ്. ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത ശ്രദ്ധിക്കൂ. ഇതിൻ്റെ അകത്തുള്ള കോൺസെൻട്രേഷൻ ടേംസ് ആർ റേസ്ഡ് ബൈ സം പവേഴ്സ്. റേസ്ഡ് ബൈ സം പവേഴ്സ് ആണോ അല്ലയോ? ഫസ്റ്റ് വൺ കണ്ടീഷൻ പറഞ്ഞ് മനസ്സിലായോ?
റിലേഷനാണ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. കറക്റ്റ് അല്ലേ? റിയാക്ഷൻ്റെ റേറ്റും റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധമാണ്. ഇനി അതിൻ്റെ അകത്ത് ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ടേമുകൾ അതാരാ? ഇതേ ആർ റേസ്ഡ് ബൈ സം പവേഴ്സ് നോക്കൂ, എക്സും വൈയും. ഇനി ആ പവർ എയും ബിയും ആണോ? ആ പവർ എയും ബിയും ആണോ? ഈ എയും ബിയും എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താവാം? എക്സും വൈയും ആവാം, ചിലപ്പോൾ എക്സും വൈയും അല്ലാണ്ടുമാവാം, പറയാൻ പറ്റൂല. എയും ബിയും മേ ബി എക്സ് ആൻഡ് വൈ ആവാം, ഓർ മേ നോട്ട് ബി എക്സ് ആൻഡ് വൈയും ആയിരിക്കാം. സോ ഇൻ വിച്ച് റേസ്ഡ് ബൈ സം പവേഴ്സ്. സോ ചില പവറുകളാൽ റേസ്ഡ് ആയിട്ടുണ്ട്. റെഡി? വെയ്റ്റ്സ്, ആ പവറിൻ്റെ കേസാണ് പറയുന്നത്. ആ പവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വിച്ച് മേ ഓർ മേ നോട്ട് ബി ആവാം, അല്ലാണ്ടാവാം. വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്. അത് ചിലപ്പോൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ അല്ലാണ്ടും ആവാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. റേറ്റ് ലോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, റിയാക്ഷൻ്റെ റേറ്റും റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധമാണ്, റിലേഷനാണ്. ഇനി അതിൻ്റെ അകത്ത് ചില കോൺസെൻട്രേഷൻ ടേംസ് ചില പവറുകളാൽ റേസ്ഡ് ആയിട്ടുണ്ട്. കാണുന്നില്ലേ? എക്സ് ആൻഡ് വൈ. ആ എക്സും വൈയും ചിലപ്പോൾ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്താ? എയും ബിയും. ആ എക്കും ബിക്കും ഈക്വൽ ആവാം, എക്സും വൈയും ചിലപ്പോൾ ഈക്വൽ അല്ലാണ്ടും ആവാം. ഇതാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. ആ റേറ്റ് ലോയെ നിങ്ങളൊരു എക്സ്പ്രഷൻ ആക്കിയിട്ട് എഴുതൂ, അതാണ് റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. റെഡി? റേറ്റ് ലോ എന്നുള്ള സാധനത്തിന് നിങ്ങളൊരു ഇക്വേഷൻ പോലെ എഴുതൂ, അതാണ് റേറ്റ് എക്സ്പ്രഷൻ. ഇതാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റും അതിലകത്തുള്ള റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധം. കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റും തമ്മിലുള്ള ബന്ധം പറയണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? റേറ്റ് ലോ വേണം, അഥവാ റേറ്റ് എക്സ്പ്രഷൻ വേണം. ഓക്കെ? സോ റേറ്റ് ലോ എന്ന് പറയുന്നത് ഫോർ എ റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗീവ്സ് സി സി, ഓർ എ പ്ലസ് ബി ബി ഗീവ്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ റേറ്റ് സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ ടേം എ റേസ് ടു എക്സ് ആരാന്നറിയില്ല, അത് എക്സ്പെരിമെൻ്റലി കാണേണ്ടതാണ്, അതുകൊണ്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുത്ത് ഇൻറ്റു the concentration of the second reactant B raised to Y, and the X and Y may or may not be equal to the respective stoichiometric coefficient. Okay? അത് റേറ്റ് കോൺസ്റ്റന്റ്, വെലോസിറ്റി കോൺസ്റ്റന്റ്, സ്പെസിഫിക് റേറ്റ് ഓഫ് റിയാക്ഷൻ പറയും. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഇത് റേറ്റ് എക്സ്പ്രഷൻ. ഇനി റേറ്റ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുമ്പോൾ ദാറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. റിയാക്ഷൻ്റെ റേറ്റും റിയാക്ടൻ്റെ കോൺസെൻട്രേഷനും ഇൻ വിച്ച് അതിൻ്റെ അകത്ത് റിയാക്ടൻ ടേംസ് ആർ റേസ്ഡ് ബൈ സം പവേഴ്സ് ആൻഡ് ദാറ്റ് പവേഴ്സ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ചിലപ്പോൾ ആവാം, ചിലപ്പോൾ അല്ലാണ്ടാവാം. ഓക്കെ? ഇനി ആ പവറിൽ നിന്നും എനിക്ക് ഓർഡർ എന്ന് പറയുന്ന ഒരു കാര്യം പറയാൻ പറ്റും, മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് എന്ത് ചെയ്യാണ്? കടക്കുകയാണ്. ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ട്, നമുക്കതെന്താണെന്നും കൂടെ നോക്കാം. ഇത് നല്ല വ്യക്തമായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു ടോപ്പിക്ക് റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്ന ഒരു സംഗതി. ഓർഡർ ഓഫ് റിയാക്ഷൻ അഥവാ ഓർഡറിനെ സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ എൻ. ഓക്കെ? ഓർഡർ എന്ന് പറയുന്ന ഒന്നുമല്ല, വളരെ എളുപ്പമാണ്. അതൊരു സമ്മാണ്, തുകയാണ്. സം ഓഫ് പവേഴ്സിൻ്റെ തുകയാണ്. സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ്. നമ്മൾ കുറച്ച് കോൺസെൻട്രേഷൻ ടേംസ് നേരത്തെ തൊട്ട് മുമ്പ് കണ്ടല്ലോ അല്ലേ? ആ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ. റേറ്റ് എക്സ്പ്രഷനിൽ നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിന് കുറച്ച് പവറുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റേറ്റ് ലോ നമ്മൾ എഴുതുന്ന സമയത്ത് എക്സ്പോണൻസുകൾ നമ്മൾ കണ്ടു അല്ലേ? കോൺസെൻട്രേഷൻ ടേംസ് ചില പവറുകളാൽ റേസ്ഡ് ആയതായിട്ട് നമ്മൾ കണ്ടു. ആ പവറുകളുടെ സമ്മ് എന്താണോ, അതിൻ്റെ ടോട്ടൽ എന്താണോ, അതാണെന്ത് ഓർഡർ എന്ന് പറയുന്നത്. സോ ഓർഡർ ഇസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻ റേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ? ഇനി നോക്കൂ, നമ്മളെ കയ്യിൽ, അഥവാ ഞാൻ ഇതിൽ നിന്ന് എക്സ്പ്രഷൻ വൈസ് കാണിച്ചു തരാം. നമ്മളെ കയ്യിൽ ഒരു റേറ്റ് ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ്ഡ് ടു എക്സ് ഇൻറ്റു ബി റൈസ്ഡ് ടു വൈ എന്നാണെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് എക്സ്പ്രഷൻ. പവേഴ്സ് ആരൊക്കെയാ? എക്സും വൈയും അല്ലേ? അത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആവാമല്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ ആ പവേഴ്സിൻ്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർഡർ. റെഡി? ആ പവേഴ്സിൻ്റെ സമ്മില്ലേ, ഓർഡർ ഇല്ലേ, അത് ചിലപ്പോൾ 0 ആവാറുണ്ട്. ഓർഡർ ഇല്ലേ, അത് ചിലപ്പോൾ 1,
2 അങ്ങനെ എന്ത് നമ്പറും ആവാം. ഓർഡർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്രാക്ഷൻ ആവാം. എന്ത് വരാറുണ്ട്? ഫ്രാക്ഷൻ. ഓർഡർ എന്ന് പറയുന്നത് ചിലപ്പോൾ 0 വരാറുണ്ട്, ഫ്രാക്ഷൻ വരാറുണ്ട്. ഈ രീതിയിലൊക്കെ ഓർഡർ എന്ത് ചെയ്യാം? വരാം. 0 ആണ് ഓർഡർ എങ്കിൽ, n=0 ആണെങ്കിൽ, പവേഴ്സിന്റെ സമ്മ് 0 ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ ഓർഡർ റിയാക്ഷൻ. n=1 ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സോ ഓൺ ആണ് നമ്മൾ എന്ത് ചെയ്യുക? പറയാം. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ്, 1-2 എക്സാമ്പിൾ. ഇത് തിയററ്റിക്കൽ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ, ക്ലോറോഫോം ആരാണ്? CHCl3. അതും അതിലേക്ക് ക്ലോറിനേഷൻ ഞാൻ നടത്തി. സോ അതെന്തായി മാറും? കാർബൺ ടെട്രാക്ലോറൈഡ് CCl4 + HCl എന്നായി മാറും. അപ്പം നമ്മളിതിനെ സിംപ്ലി ഈ റിയാക്ഷനെ പറയുന്ന സമയത്ത് R=K × കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറോഫോം CHCl3 റേസ്ഡ് ടു 1. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് 1, ഇവിടെയും കോഎഫിഷ്യൻ്റ് 1 ഇൻറ്റു ക്ലോറിൻ റേസ്ഡ് ടു 1 എന്നാണ് നമ്മൾ സിംപ്ലി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് വെച്ച് പറയുകയാണെങ്കിൽ. പക്ഷേ ഇതല്ല ഇതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ. റേറ്റ് എക്സ്പ്രഷൻ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. റേറ്റ് എക്സ്പ്രഷൻ വരുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറോഫോം റേസ്ഡ് ടു 1. അതൊക്കെയാണ്. ബട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറിൻ ഈസ് നോട്ട് റേസ്ഡ് ടു 1 ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെരിമെൻ്റലി പ്രൂഫ് ദാറ്റ് ഈസ് 1/2. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് 1 ഉം 1 ഉം ആണെന്നാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ x=a ആണ്, കറക്റ്റാണ്. x=a ആണ്, പക്ഷേ y= എന്തല്ല? a അല്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ കറക്റ്റായിട്ട് ഓർഡർ വരണമെന്നില്ല. ഇവിടുത്തെ ഓർഡർ എന്താണ് വരുന്നത്? ഓർഡർ ഞാൻ ഫ്രാക്ഷൻ ആവാന്ന് പറഞ്ഞു അല്ലേ? ഓർഡർ എന്താ? സം എന്താ? 1 + 1/2 ദാറ്റ് ഈസ് 3/2. സോ ഓർഡർ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ഫ്രാക്ഷൻ ആവാം, അങ്ങനെ എന്തും ആവാം കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിളാണ്. ഒരു എസ്റ്ററിന് ഹൈഡ്രോളിസിസ് നടത്തുക. ഈതൈൽ എത്തനോവേറ്റ് എന്ന് പറയുന്ന എസ്റ്ററിനെ അതിലേക്ക് വാട്ടർ ചേർക്കുക, ഹൈഡ്രോലൈസിസ് നടക്കുക, +H2O. റെഡി? സോ ഇറ്റ് ബിക്കം ദ അസറ്റിക് ആസിഡ് CH3COOH പ്ലസ് എത്തനോൾ C2H5OH. വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മളിങ്ങനെ സിംപ്ലി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഫോർ റേറ്റ് ലോ എന്താണ്? R=K × ഇഥൈൽ അസറ്റേറ്റിൻ്റെ കോൺസെൻട്രേഷൻ all⁻1 ഇൻറ്റു H2O ൻ്റെ കോൺസെൻട്രേഷൻ all⁻1 എന്നാണ്. ബട്ട് എക്സ്പെരിമെൻ്റലി പ്രൂഫ് ദാറ്റ് ദ പവർ എന്ന് പറയുന്നത് H2O ൻ്റെ എക്സ്പെരിമെൻ്റലി കണ്ടെത്തിയിട്ടുള്ളത് എന്താണ്? 0 ആണ്. സോ ഇതിൻ്റെ ഓർഡർ 2 അല്ല, ഇതിൻ്റെ ഓർഡർ എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മളങ്ങ് തിയററ്റിക്കലി എഴുതുന്ന കാര്യമാവണമെന്നില്ല എന്ത് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ പ്യുവർലി എന്താണ്? എക്സ്പെരിമെൻ്റൽ ആണ്. കാരണം റേറ്റ് ഇക്വേഷൻ അഥവാ റേറ്റ് ലോ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി മാത്രം എഴുതാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണ്. എങ്കിൽ അതിൻ്റെ പവേഴ്സും എക്സ്പെരിമെൻ്റലി മാത്രമേ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ആ പവേഴ്സിൻ്റെ സം എന്ന് പറയപ്പെടുന്ന ഓർഡറും എക്സ്പെരിമെൻ്റലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം. അഥവാ സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനൊക്കെ കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യാനുണ്ട്? പറയാനുണ്ട്. അതെന്താ? അതിൻ്റെ ഓർഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻസിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്, റിയാക്ഷൻസിൽ ഓർഡർ ഉപയോഗിച്ചുള്ള റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് എന്താണ്, പിന്നെ ഓർഡർ ഉപയോഗിച്ചുള്ള ചെറിയ സിമ്പിൾ ടൈപ്സ് ഓഫ് കാൽക്കുലേഷൻസ്, അത്രയും നമുക്ക് നോക്കാം. ഇനി റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എങ്ങനെ പറയാമെന്നുള്ളത് നോക്കും. നമുക്കറിയാം റേറ്റ് ഇക്വേഷൻ R=K × കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അല്ലേ? n ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ. അപ്പോൾ എങ്ങനെ കെയുടെ യൂണിറ്റ് എങ്ങനെ പറയാം? കെയുടെ യൂണിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ K = എന്താ വരുന്നത്? റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് R⁻n ആണല്ലോ. റേറ്റിൻ്റെ യൂണിറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, മോൾ ലിറ്റർ ഇൻവേഴ്സ് ഇൻറ്റു സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താ വരിക? വീണ്ടും മോൾ ലിറ്റർ ഇൻവേഴ്സ് all⁻n. So what is this one? Mol liter inverse raised to 1. ഇതോ mol liter inverse raised to divide by mol liter inverse raised to n. ഇപ്പോൾ A⁻B divided by A⁻C എന്താ വരുന്നത്? A⁻B - എന്ന് എഴുതി കൂടെ. സിമിലർലി ഇതും കൂടെ അങ്ങ് മേലേക്ക് തട്ടി എഴുതിയാൽ പറഞ്ഞോളൂ. യൂണിറ്റ് ഓഫ് കെ, കെയുടെ യൂണിറ്റ് വരുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് 1 ഇവിടെ ഉണ്ട്, താഴെ n ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, B - C, 1 ഉണ്ട്, n ഉണ്ട്, 1 - n. ബാക്കി വരുന്ന സെക്കൻഡ് ഇൻവേഴ്സ്. ആൻഡ് ദിസ് ഇസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് K. ഓക്കെ, മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു 1 - 1 ഇൻറ്റു സെക്കൻഡ് ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ, അങ്ങനെയാണെങ്കിൽ സീറോ ഓർഡർ ആണെങ്കിൽ എന്താ യൂണിറ്റ് വരിക? സീറോ ഓർഡർ. വാട്ട് ഈസ് സീറോ ഓർഡർ? സീറോ ഓർഡർ മീൻസ് n = 0. n = 0 ആണെങ്കിൽ യൂണിറ്റ് എന്താ വരുന്നത്? യൂണിറ്റ്
പറയൂ. n equal to 0 ആണെങ്കിൽ mol liter inverse all raised to 1 minus 0 second inverse. Okay, that is nothing but the unit is same as the unit of rate of reaction. അല്ലേ, യൂണിറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ അതേ യൂണിറ്റ് ആയിട്ട് മാറും. സോ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് 0 ഓർഡറിൻ്റെ യൂണിറ്റ് ആണ്. മൂവ് ടു ദ നെക്സ്റ്റ് വരുന്ന ആരാണ്? ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ n equal to 1 എന്നാണ് വരിക. n equal to 1 ആയി കഴിഞ്ഞാൽ യൂണിറ്റ് എന്താ വരിക? മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റൈസ് ടു 1 മൈനസ് എന്നുള്ളത് 1 മൈനസ് 1 എന്നാവും. 1 മൈനസ് n എന്തായി മാറും? 1 മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. 1 മൈനസ് 1 ഈസ് 0. എനി നമ്പർ റൈസ് ടു 0 ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1. സോ പെൻഡിങ്ങിൽ ബാക്കി വരുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ്. ഒരു ഓർഡറിൻ്റെ യൂണിറ്റും കൂടെ പറയട്ടെ. ഏതിൻ്റെ യൂണിറ്റ് ആണ്? സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സിൻ്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് മീൻസ് n ഈക്വൽ ടു എന്താണ് വരുന്നത്? 2. സോ എക്സ്പ്രഷൻ എന്തായിരിക്കും വരുന്നുണ്ടാവുക? മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു 1 മൈനസ് n ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് ഇൻവേഴ്സ്. 1 മൈനസ് 2 ഇസ് വാട്ട്? മൈനസ് 1. സോ ഇതിൻ്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ആ മൈനസ് 1 ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി, അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ മോൾ എന്നുള്ളത് മോൾ ഇൻവേഴ്സ് ആയി, ലിറ്റർ എന്നുള്ളത് ലിറ്റർ ഇൻവേഴ്സ് എന്നുള്ളത് ലിറ്ററായി, സെക്കൻഡ് ഇൻവേഴ്സ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഓർഡർ എന്ത് ചെയ്യുക? ഡിറ്റർമൈൻ ചെയ്യുക. ഓർഡർ ഉപയോഗിച്ചിട്ട് യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യുക. ആരുടെ? റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ. റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് ആണ്. റേറ്റിൻ്റെ യൂണിറ്റ് മാറൂല, അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്, അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. ഓക്കെ, സോ ബാക്കി വരുന്നൊരു സെക്ഷൻ എന്താണെന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇനി വരുന്നൊരു ഐഡിയ ആണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. മോളിക്കുലാരിറ്റി എന്താണെന്ന് നോക്കാം. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, നമുക്കൊരു റിയാക്ഷൻ സിസ്റ്റം ഉണ്ട്. ആ റിയാക്ഷൻ സിസ്റ്റത്തിൽ ചിലപ്പോൾ റിയാക്ഷൻ നടക്കുന്നത് രണ്ട് വ്യത്യസ്ത പാർട്ടിക്കിളുകൾ തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാവാം. അഥവാ റിയാക്ഷൻ നടക്കുന്നതിൽ രണ്ട് വ്യത്യസ്ത പാർട്ടിക്കിളുകൾക്ക് എന്തുണ്ടായേക്കാം? പങ്കുണ്ടായേക്കാം. റെഡിയാണോ? അല്ലെങ്കിൽ എത്ര പാർട്ടിക്കിൾസ് തമ്മിൽ കൊളീഷൻ നടന്നിട്ടാണ് സൈമിൾട്ടേനിയസ് ആയിട്ട് എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് തമ്മിൽ കൊളീഷൻ നടന്നിട്ടാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്? അതാണ് എന്ത്? മോളിക്കുലാരിറ്റി. സോ വാട്ട് ഈസ് മോളിക്കുലാരിറ്റി? ഇറ്റ് ഈസ് എ നമ്പർ. അതൊരു നമ്പറാണ്. നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷ്യസ് അഥവാ റിയാക്ടൻറ്റ്. റിയാക്ടിങ് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ആരാ? റിയാക്ട് ചെയ്യുന്ന ആളുകൾ. അതാരാണ്? റിയാക്ടൻറ്റ്. സോ നമ്പർ ഓഫ് റിയാക്ടൻസ് ദാറ്റ് സൈമിൾട്ടേനിയസ്ലി കൊളൈഡ്. ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. സൈമിൾട്ടേനിയസ്ലി കൊളൈഡ് ചെയ്തിട്ട് റിയാക്ഷൻ നടത്തുന്നു. അപ്പോൾ എത്ര പേരാണ് പരസ്പരം കൊളൈഡ് ചെയ്തിട്ട് റിയാക്ഷൻ നടത്തുന്നു എന്നുള്ളതിൻ്റെ എണ്ണമാണ് എന്ത്? മോളിക്കുലാരിറ്റി. ഓക്കെ, സോ മോളിക്കുലാരിറ്റി ഈസ് വാട്ട്? നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷ്യസ്. നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷ്യസ് which simultaneously collide. ഒരേ സമയം എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു. ടു ബ്രിങ് ദ കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെ കൂട്ടിമുട്ടിയിട്ട് എന്തുണ്ടായി? കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി. ഓക്കെ, സോ ഒരേ സമയം എത്ര പേര് കൂട്ടിമുട്ടിയിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ള എണ്ണമാണ് എന്ത്? മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന സംഗതി അതിൻ്റെ വാല്യൂ എന്താവാം? 1 ആവാം. മോളിക്കുലാരിറ്റിയുടെ വാല്യൂ 1 ആവാം. മോളിക്കുലാരിറ്റിയുടെ വാല്യൂ 2 ആവാം. മോളിക്കുലാരിറ്റിയുടെ വാല്യൂ 3 ആവാം. 0 ആവില്ല. 0 ആളുകൾ പോയി കൂട്ടിമുട്ടുമോ? ഇല്ല. ഒരേ ടൈപ്പ് ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാം? കൂട്ടിമുട്ടാം. സോ മോളിക്കുലാരിറ്റിയുടെ വാല്യൂ എന്താവാം? 1 ആവാം. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആളുകൾ പോയിട്ട് കൊളൈഡ് ചെയ്യാം. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആളുകൾ പോയിട്ട് കൊളൈഡ് ചെയ്യാം. ഒരു 4 പേരൊന്നും പോയിട്ട് കൊളൈഡ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ നടക്കുന്നതായിട്ട് യൂഷ്വലി ഒബ്സർവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മോളിക്കുലാരിറ്റിയുടെ വാല്യൂ ഏതിനേക്കാൾ കൂടാറില്ല? സാധാരണഗതിയിൽ 3നേക്കാൾ കൂടാറില്ല. മോളിക്കുലാരിറ്റിയുടെ വാല്യൂ 1 ആണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിമോളിക്കുലാർ റിയാക്ഷൻ. എന്താ പറയുക? യൂണിമോളിക്കുലാർ റിയാക്ഷൻ. 2 ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് ബൈമോളിക്കുലാർ റിയാക്ഷൻ. 3 ആണെങ്കിൽ ട്രൈ ഓർ ടെർ മോളിക്കുലാർ റിയാക്ഷൻ. അപ് ടു 3 മോളിക്കുലാരിറ്റി ഒബ്സർവ് ചെയ്യുള്ളൂ. മോളിക്കുലാരിറ്റി 0 ആവില്ല, പക്ഷേ ഓർഡർ 0 ആവും. മോളിക്കുലാരിറ്റി ഫ്രാക്ഷൻസ് ആവില്ല, പക്ഷേ ഓർഡർ എന്താവും? ഫ്രാക്ഷൻസ് ആവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. സോ അതാണ് മോളിക്കുലാരിറ്റി. നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷ്യസ്. റിയാക്ട് ചെയ്യുന്ന ആളുകളുടെ എത്ര പേരാണ് സൈമിൾട്ടേനിയസ്ലി കൂട്ടിമുട്ടുന്നത്? ഒരേ സമയം കൂട്ടിമുട്ടിയിട്ട് ആ റിയാക്ഷൻ ഉണ്ടാക്കി തരുന്നത്. അതിൻ്റെ എണ്ണത്തിനെ പറയുന്ന പേരാണ് മോളിക്കുലാരിറ്റി. സോ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷ്യസ് ദാറ്റ് ആർ സൈമിൾട്ടേനിയസ്ലി കൊളൈഡ് ടു ബ്രിങ് ദ റിയാക്ഷൻ, ദാറ്റ് ഈസ് സെഡ് ടു ബി മോളിക്കുലാരിറ്റി. അപ്പോൾ ഇതാണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഓർഡറും മോളിക്കുലാരിറ്റിയും എനിക്കൊന്ന് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. എന്താ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതൊക്കെ കമ്പയർ ചെയ്യണം. ഈ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, മോളിക്കുലാരിറ്റി ആ റിയാക്ഷൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ നോക്കൂ, A+B ഗീവ്സ് പ്രൊഡക്റ്റ് ആണ് എങ്കിൽ
അല്ലെങ്കിൽ എ പ്ലസ് ബി ബി ഗീവ്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത് ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എവിടെയും പോയിട്ട് എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്യേണ്ട, അത് അതിൻ്റെ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻസിൻ്റെ സം ആയിരിക്കും. ദാറ്റ് വിൽ ബി ദ സം ഓഫ് സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ്. റെഡി? സോ അതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് തിയററ്റിക്കലി കാണാവുന്ന ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ ഓർഡർ അങ്ങനെ തിയററ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് മോളിക്കുലാരിറ്റിയും ഓർഡറും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. കുറച്ചും കൂടെ ഡിഫറൻസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യണമെങ്കിൽ you have to know the two types of reactions. That is a reaction which takes place in a single step, what we call as elementary reaction, and the reaction which takes place in more than one step, അതിനെ വിളിക്കുന്ന പേര് കോംപ്ലക്സ് റിയാക്ഷൻ. എങ്കിൽ അതെന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് പറയേണ്ടത് എലിമെൻ്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും എന്താണെന്നുള്ളതാണ്. ഒന്നുമില്ല, ഒരു കെമിക്കൽ റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എലിമെൻ്ററി റിയാക്ഷൻ. A reaction which takes place in a single step, that what we called as elementary reaction. എന്നാൽ അതേസമയം if a reaction which takes place in more than single step or more than one step, അതാണ് എന്ത്, കോംപ്ലക്സ് റിയാക്ഷൻ. ഒരു സ്റ്റെപ്പിൽ നടന്നാൽ അതിൻ്റെ പേര് എലിമെൻ്ററി റിയാക്ഷൻ, ഒന്നിലധികം സ്റ്റെപ്പിൽ നടന്നാൽ അതിൻ്റെ പേര് കോംപ്ലക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിലധികം സ്റ്റെപ്പ് ഉണ്ടാവില്ലേ? ഞാൻ പറയാം, നോക്കൂ. ഇപ്പോൾ ഒരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനാണ്. എയും ബിയും കൂടി ചേർന്ന് എന്താവുന്നു, പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. എയും ബിയും കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു, പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനാണ്. എങ്കിൽ ഇതിൻ്റെ റേറ്റ് ലോ എന്താണ്? ഇതിൻ്റെ റേറ്റ് ലോ R is equal to K into concentration of A raised to X into concentration of B raised to Y ആണ്. ഇപ്പോൾ ഇത് A plus BB gives പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഒരു എലിമെൻ്ററി റിയാക്ഷൻ ആണ്, ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ എക്സ് പ്ലസ് വൈ, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എ പ്ലസ് ബിക്ക് ഈക്വൽ ആയിരിക്കാം. ഓക്കെ, എലിമെൻ്ററി റിയാക്ഷൻ ആണെങ്കിൽ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റെ സം തന്നെ ആയിരിക്കും അതിൻ്റെ എന്ത്, ഓർഡർ. മോളിക്കുലാരിറ്റി പിന്നെ എന്തായാലും ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും, ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഓൾവേസ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നതും എന്തുതന്നെയായിരിക്കും, സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റെ സം ആയിരിക്കും എന്നുള്ളതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, അറിയാം. അപ്പോൾ ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് തന്നെയാണ് റേറ്റ് തീരുമാനിക്കേണ്ട സ്റ്റെപ്പ്, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഈ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്താണ്? ഈ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റെപ്പാണ് അതിൻ്റെ എല്ലാം. അതിൽ തന്നെ നിങ്ങൾക്ക് ഓർഡറും പറയാം, അതിൽ തന്നെ നിങ്ങൾക്ക് എന്തും പറയാം, മോളിക്കുലാരിറ്റിയും പറയാം. അത് അതിൻ്റെ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കാം. ഇനി റേറ്റ് ഡിറ്റർമിനിങ് ചെയ്യുന്ന സ്റ്റെപ്പ് അത് തന്നെയാണ്. ഇനി ഒന്നിലധികം സ്റ്റെപ്പ് സംഭവിക്കുമ്പോൾ, ഒന്നിലധികം സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്ക് അവിടെ മോളിക്കുലാരിറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ അഥവാ കോംപ്ലക്സ് റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒന്നിലധികം സ്റ്റെപ്പ്, ഇപ്പോൾ ഒരു 10 സ്റ്റെപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഓരോരോ സ്റ്റെപ്പുകൾ കൂടിയിട്ട് 1 അങ്ങനെ സ്റ്റെപ്പുകൾ കൂടിയിട്ടല്ലേ 10 എണ്ണാവുന്നത്. അപ്പോൾ അതിൽ ഓരോ എലിമെൻ്ററി സ്റ്റെപ്പുകൾ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു റിയാക്ഷൻ 3 സ്റ്റെപ്പിൽ നടക്കുന്നു, അത് എലിമെൻ്ററി റിയാക്ഷൻ ആണോ? അല്ല, അതൊരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. പക്ഷെ അതിൽ 3 സ്റ്റെപ്പുകളുണ്ട്. ആ ഓരോ സ്റ്റെപ്പും എന്താണ്, എലിമെൻ്ററി റിയാക്ഷനാണ്. ഫോർ എക്സാമ്പിൾ, എയും ബിയും കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു, സി ഉണ്ടാവുന്നു. സി ഡിയുമായി കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു, എഫ് ഉണ്ടാവുന്നു. ആ എഫ് പിന്നീട് എന്താവുന്നു, പ്രൊഡക്റ്റ് ആവുന്നു. എഫ് എന്താവുന്നു, പ്രൊഡക്റ്റ്. അപ്പോൾ എയും ബിയും എന്തായ പോലെ ഉണ്ട്, പ്രൊഡക്റ്റ് ആയ പോലെ ഉണ്ട്. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് എന്താണ്, എ പ്ലസ് ബി. നെറ്റ് ഇഫക്റ്റ് എന്താ, ചേഞ്ച്, അവസാനം വന്ന ചേഞ്ച് എന്താണ്, എയും ബിയും കൂടി ചേർന്ന് എന്തായി, പ്രൊഡക്റ്റായി. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വെറുതെ അങ്ങ് പറയുമ്പോൾ അതൊരു എലിമെൻ്ററി റിയാക്ഷൻ ആയിട്ട് തോന്നും അല്ലേ? വെറുതെ ഒറ്റ സ്റ്റെപ്പിൽ നോക്കുന്ന സമയത്ത് അത് ഒരു സ്റ്റെപ്പ് റിയാക്ഷൻ, എലിമെൻ്ററി റിയാക്ഷൻ ആയിട്ട് തോന്നും. പക്ഷെ അത് ആക്ച്വലി നടന്നിട്ടുള്ളത് 3 സ്റ്റെപ്പിലാണ്. ആൻഡ് ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3. ഓരോ സ്റ്റെപ്പുകളും എലിമെൻ്ററി റിയാക്ഷൻ ആയിരിക്കും. ഓരോ സ്റ്റെപ്പുകളും എന്തായിരിക്കും, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരിക്കും. പക്ഷേ ആക്ച്വലി ആ റിയാക്ഷൻ എന്താണ്, കോംപ്ലക്സ് റിയാക്ഷനാണ്. അപ്പോൾ ഈ റിയാക്ഷൻ ഒരു കോംപ്ലക്സ് റിയാക്ഷനാണ്. പക്ഷെ അതിൽ ഓരോ എലിമെൻ്ററി സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. ആ ഓരോ എലിമെൻ്ററി സ്റ്റെപ്പുകളെയും വിളിക്കുന്ന പേരാണ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ. പറഞ്ഞത് മനസ്സിലാക്കി വെക്കുക. Each elementary or each single step reaction involving in a complex reaction, what we called as mechanism of reaction. അതിലൊരു സ്റ്റെപ്പ് ഉണ്ടാവും, ഏറ്റവും പതുക്കെ നടക്കുന്ന സ്റ്റെപ്പ്. ആ സ്റ്റെപ്പാണ് അവിടുത്തെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ ഈ റിയാക്ഷൻ ഫാസ്റ്റാണ്, ഇതെന്താണ്, സ്ലോ ആണ്, ഇതും ഫാസ്റ്റാണ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ റേറ്റ് തീരുമാനിക്കേണ്ട സ്റ്റെപ്പ് ഏതാണ്, ഇതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്, RDS എന്ന് പറയും, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അയാളാണ് റേറ്റ് തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഫാസ്റ്റസ്റ്റ് റിയാക്ഷൻ 1 മിനിറ്റിൽ നടക്കും. സ്ലോവസ്റ്റ് റിയാക്ഷൻ ഇപ്പോൾ സപ്പോസ് 5 മിനിറ്റിൽ നടക്കുന്നു.
അടുത്ത ഫാസ്റ്റസ്റ്റ് റിയാക്ഷനും എന്നും 1 മിനിറ്റിൽ നടക്കും. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ എത്ര മിനിറ്റിലാണ് നടന്നത്? 7 മിനിറ്റ്സിൽ നടന്നു. ഇനി ഞാൻ പറയാണ്, ഈ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇനിയും വൈകി ഇനിയും ലേറ്റായി. സ്ലോ അല്ലേ, അത് ഇനിയും ലേറ്റായിട്ട് 5 മിനിറ്റിൽ നടന്നിരുന്ന വ്യക്തി ഇപ്പോൾ 10 മിനിറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ടോട്ടൽ റിയാക്ഷനോ? പക്ഷേ ഈ ഫാസ്റ്റസ്റ്റ് റിയാക്ഷൻ എന്നും ഒരേ സ്പീഡിൽ നടക്കും. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ എത്ര മിനിറ്റിൽ നടന്നത്? 1 + 10 + 1 12 മിനിറ്റിലാണ് നടന്നത്. അപ്പോൾ ഈ എയും ബിയും പ്രൊഡക്റ്റ് ആവുന്നത് 7 മിനിറ്റിലാണോ 12 മിനിറ്റിലാണോ എന്ന് തീരുമാനിച്ചത് ഈ റിയാക്ഷനോ അല്ല, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പോ അല്ല. പിന്നെ ഏത് സ്റ്റെപ്പാ? ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് എഴുതുക? റേറ്റ് ഇക്വേഷൻ എഴുതുക. ആ സ്റ്റെപ്പിലാണ് നമ്മൾ റേറ്റ് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, റേറ്റ് ഇക്വേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? R = K × കോൺസെൻട്രേഷൻ ഓഫ് C × കോൺസെൻട്രേഷൻ ഓഫ് D ⁻x y എന്നുള്ള രീതിയിൽ എഴുതിയ റേറ്റ് ഇക്വേഷനും കാര്യങ്ങളെല്ലാം പറയുന്നത്, ഓർഡറും കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ്, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. സോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിലധികം സ്റ്റെപ്പുകളിൽ ആ റിയാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും. അതിൽ ഓരോ സ്റ്റെപ്പും സിംഗിൾ സ്റ്റെപ്പാണ്, എലിമെൻ്ററി ആണ്. ആ സ്റ്റെപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ. റെഡി? ആ മെക്കാനിസം ഓഫ് റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, അത് വളരെ സ്ലോ ആവും. അത് രണ്ടാമത്തെ സ്റ്റെപ്പാണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ആദ്യത്തതാവും, ചിലപ്പോൾ അവസാനത്താവും. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ കാണിച്ചെന്നുള്ളൂ. ആ സ്റ്റെപ്പ് വളരെ സ്ലോ ആണ്. ആ സ്റ്റെപ്പ് എപ്പോൾ സ്പീഡാവുന്നു അപ്പോൾ ആ റിയാക്ഷൻ സ്പീഡാവും. ആ സ്റ്റെപ്പ് എത്രത്തോളം ഡിലേ വരുന്നു അപ്പോൾ ആ റിയാക്ഷൻ ഉണ്ടാവും മോർ ആൻഡ് മോർ ഡിലേ ആയിക്കൊണ്ടിരിക്കും. സോ ആ റിയാക്ഷൻ്റെ ഫുൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഫുൾ കൺട്രോൾ ഈസ് ആരുടെ കയ്യിലാണ്? അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. ആൻഡ് ദാറ്റ് സ്റ്റെപ്പ് ഈസ് സെഡ് ടു ബി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്, അഥവാ വേഗത തീരുമാനിച്ച സ്റ്റെപ്പ്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ? സോ എന്താണ് എലിമെൻ്ററി റിയാക്ഷൻ, എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് കിട്ടിയല്ലോ. ഇനി നമ്മൾ ഓർഡറിനെയും മോളിക്കുലാരിറ്റിയെയും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ തമ്മിൽ എന്താണ് സിമിലാരിറ്റി, എന്താണ് ഡിസിമിലാരിറ്റി എന്ന് നമുക്ക് നോക്കാം.